അവിടെ ഫലമൂലാദികൾ കഴിക്കുക എന്നുള്ളൊരു ആചാരമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ കാഞ്ഞിരക്കായും ഷൈജു കഴിച്ചു. സാധാരണ ഇത്തരം വെളിച്ചപ്പാടുകൾ കാഞ്ഞിരക്കായ കിട്ടിയാലും അത് കടിച്ചതിന് ശേഷം കയ്പുമ്പോൾ തുപ്പിക്കളയാണ് പതിവ്. പക്ഷേ ഷൈജു ആവേശത്തിൽ ആ കായ വിഴുങ്ങുകയും 3 കായകൾ കഴിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഫ്രൂട്ട്സുകളൊക്കെ വെക്കും, അതിൽ 2 പഴം ഉണ്ടായിരുന്നു. ഈ പഴം കഴിച്ചു, ഫ്രൂട്ട്സ് കഴിച്ചു, പിന്നെ ഫ്രൂട്ട്സ് വിതരണം ചെയ്തു. പിന്നെ കഴിഞ്ഞിട്ട് നേരം കിടന്നു. കിടന്നപ്പോൾ കാലിനൊക്കെ മസിൽ കയറുണ്ട് പറഞ്ഞു. ഞങ്ങൾ ഒഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മസിൽ കയറാണ് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ വണ്ടിയിലുണ്ട്. ആ കായ കഴിച്ചതിന് ശേഷം അതാരും ശ്രദ്ധിച്ചില്ല. ഷൈജു മാത്രമല്ല, കൂടെ ഉള്ള ആൾക്കാർ ഏതാണ്ട് 500ഓളം പേർ ഈ ക്ഷേത്രത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും തന്നെ ഷൈജു കാഞ്ഞിരക്കായ കഴിച്ചു എന്ന് മനസ്സിലാക്കില്ല. അത് ഉത്സവമെല്ലാം കഴിഞ്ഞ് 2 മണിക്ക് ശേഷം വീട്ടിലെത്തിയതിന് ശേഷമാണ് ഷൈജുവിന് അസ്വസ്ഥത തോന്നിയത്. അപ്പോഴാണ് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയാണ്. ഇതിപ്പോൾ വർഷം 2025 പല ആളുകൾക്കും കലണ്ടറിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. അവരുടെ അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ പിന്തുടർന്നു പോകുന്ന കാര്യത്തിൽ പല ആളുകളും ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ തന്നെ നിൽക്കുകയാണ്. അവരതെല്ലാം ഇങ്ങനെ പിന്തുടർന്ന് പോരാനായിട്ട് പല കാരണങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് പാലക്കാടാണ്. കാഞ്ഞിരത്തിൻ്റെ കായ വിഷമാണ് എന്നറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇനി അറിയാണ്ടാണ് ഇദ്ദേഹം കഴിച്ചത് എന്ന് തന്നെ ഇരിക്കട്ടെ, അവിടെ ചുറ്റും കൂടി നിന്നിരുന്ന് കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് ആർക്കും അറിയില്ലായിരുന്നു കാഞ്ഞിരത്തിൻ്റെ കായ വിഷമാണ് എന്നൊരു കാര്യം. അല്ല, ഇനി കാഞ്ഞിരത്തിൻ്റെ കായ കൊണ്ടുവച്ചിരുന്ന ആൾക്കറിയില്ലായിരുന്നു കാഞ്ഞിരത്തിൻ്റെ കായ വിഷമാണ് എന്നൊരു കാര്യം. അറിയാം, തീർച്ചയായും എല്ലാവർക്കും അറിയാം കാഞ്ഞിരത്തിൻ്റെ കായ വിഷമാണ് എന്നൊരു കാര്യം. പിന്നെ എന്തുകൊണ്ടാണ് ഒരു അക്ഷരം പോലും മിണ്ടാതെ അവർ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നിന്നത്? ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, ഇത് വിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെതിരെ ശബ്ദമുയർത്താനായിട്ട് പേടിയാണ്, ഭയമാണ്. ഈ ഒരു ഭയമാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഉപേക്ഷിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർക്കുള്ളിലൊരു ഭയം ഉണ്ടാവും, ഈ ആചാരം എങ്ങാനും നിർത്തിയാൽ ദൈവകോപം ഉണ്ടായാലോ എന്നൊരു ഭയം. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് പലരും. ഇനി നമ്മുടെ സമൂഹത്തിൽ ഓരോ വർഷം കൂടുന്തോറും ലിറ്ററസി റേറ്റ്, സാക്ഷരത വർദ്ധിച്ച് വരികയാണ്. എന്നിട്ടും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുടെയും പേരിൽ ജീവൻ പൊലിയുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൂടി വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലേ? ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞാൽ പോലും പല ആളുകളും മനസ്സിലാക്കില്ല ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അറിവില്ലാത്ത കാലത്ത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് എന്നൊരു കാര്യം മനസ്സിലാക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ പല മനുഷ്യരും തയ്യാറാവില്ല. അവരപ്പോഴും പറയും ഇത് ദൈവം ഉണ്ടാക്കിയതാണ്, ദൈവത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഇനിയും ന്യായീകരിച്ചു കൊണ്ട് തന്നെ പോകും. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഒരുപാട് കാലം സമയമെടുത്ത് മാത്രമേ ഇല്ലാതാകാൻ പോകുന്നുള്ളൂ. നിങ്ങൾ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിശ്വസിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക, നിങ്ങളുടെ കുട്ടികളിലേക്ക് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഒന്നും തന്നെ പകർന്നു കൊടുക്കാതിരിക്കുക. നിങ്ങൾക്കൊരു പക്ഷേ ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കുട്ടികളെ കൂടെ ഇതിലേക്ക് വലിച്ചിടരുത്. അല്ലെങ്കിൽ തന്നെ ഏത് ദൈവമാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എവിടെയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ആരാണ് പറഞ്ഞത്? എന്നെങ്കിലും ഒന്ന് ആലോചിച്ചുകൂടെ?